എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു സാമ്പാർ പൊടി ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള സാമ്പാർ ഉണ്ടാക്കാനും പറ്റും. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് 100 ഗ്രാം മല്ലിയാണ്. മല്ലി നല്ല കഴുകി വെള്ളം വാർത്തെടുത്തതായത് 100 ഗ്രാം എന്ന് പറയുമ്പോൾ ഇത് അളന്ന് നോക്കുമ്പോൾ 1.5 കപ്പുണ്ട്. അപ്പം അത് അടുപ്പത്തിട്ടിട്ട് നല്ലോണം ചട്ടി നല്ലോണം ചൂടാവണം. പക്ഷേ തീ പാളിച്ച് കത്തിക്കാനേ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്നതങ്ങ് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് 100 ഗ്രാം മുളകായത് ഇത് കൊളുന്തോട് കൂടിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് നല്ലോണം ഇതിലിട്ടിട്ട് വറുക്കാം. നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് നല്ലോണം വറുത്ത് വരട്ടെ. ഇതും കഴുകിയുണ്ട്. ഇവിടെ വെയിലില്ല, അതുകൊണ്ട് ഉണക്കുക വേറെ വഴിയില്ല. ഇല്ലെങ്കിൽ ചിലരൊന്നും ഈ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പം വറുക്കുക തന്നെ ഇല്ല. അങ്ങനെ വെയിലത്തിട്ടിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുക ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഇത് വറുക്കാണ്ട് രക്ഷയില്ല. എന്താ മഴ! ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു വിധമായി വരും. ഇപ്പം മുളക് നല്ല ഇങ്ങനെ ഒടിച്ചാൽ പൊട്ടുന്ന രൂപത്തിലാവും. മല്ലി കയ്യിലിട്ടിങ്ങനെ ഞെരടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ തൊടുമ്പോൾ ചൂടുണ്ടാവുകയും വേണം. എന്നാൽ അധികം അങ്ങ് മൂത്ത് കരിഞ്ഞു പോറ്. നല്ലോണം ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതാവും. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ കറി വെക്കുന്ന സാമ്പാർ പരിപ്പില്ലേ, തൂർ ദാൽ, അത് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ അരി. ഇത് ഞാനെടുത്തത് സാധാരണ ഒരു പച്ചരിയാണ്. നിങ്ങൾക്ക് ഏതരി വേണമെങ്കിലും എടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് വറുക്കുന്നതല്ലേ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണേ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് വറുത്തിട്ട് ഈ കടലപ്പരിപ്പിന് നല്ലൊരു മണം വരുവാനുണ്ട്. അതും ഒരു 3 മിനിറ്റാണ് വറുക്കണ്ടു. 3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലോണം ചുവന്ന് വരും. ചുവപ്പ് നല്ലൊരു മണം വരുമ്പോൾ അത് ഇറക്കി മറ്റേ പ്ലേറ്റിൽ തന്നെ ഇട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ലോ ഫ്ലെയിമിൽ ഏറ്റവും താഴ്ത്തിയിട്ട് തിരി വെക്കാവൂ. എന്നിട്ട് അതിങ്ങനെ ഒരു കിലുകിലാന്നുള്ളൊരു ശബ്ദം വരും. കണ്ട, ഇതുപോലെ ആവുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് രണ്ടും കൂടി നല്ലോണം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂണാണ് ജീരകം. 1 ടേബിൾ സ്പൂൺ ജീരകവും ചേർത്തിട്ട് നല്ലോണം വറക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. ഇതൊരു സ്പെഷ്യൽ മണം കൊടുക്കും കേട്ടോ സാമ്പാറിന്. 1/2 ടീസ്പൂൺ ഇതും ചേർത്ത് നല്ലോണം ഒന്നങ്ങ് വറുത്തളിയുക. അപ്പം കടുക് ഒരുവിധം തീരും കാക്കറ് പൊട്ടിക്കൊണ്ടിരിക്കുമ്പം തന്നെ നമുക്കത് ഇറക്കിയിട്ട് മറ്റേ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണിയട്ടെ. തണിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ കൊളുന്ത് ഞാൻ അങ്ങനെ പോക്കലില്ല. കുറച്ചെല്ലാം പോക്കും, ബാക്കി അഴിയിൽ തന്നെ വെക്കും. ഇതാരാ ഇത് മെനക്കേട്ട് പോക്കുന്നു. പിന്നെ ഇതങ്ങനെ മുളകിൻ്റെ സാധനം തന്നെയല്ലേ, അതുകൊണ്ട് പിന്നെ അതെല്ലാം കൂടി ഞാൻ ഒപ്പരങ്ങ് ഇടലുള്ളൂ. അപ്പം അതുങ്ങളെ സൗകര്യം പോലെ കൊളുന്ത് പോക്കണമെങ്കിൽ പോക്കാം. ഇപ്പോൾ ആദ്യമേ പോക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഇളക്കുമ്പോൾ ഇതിൻ്റെ വിത്ത് പോവും. കഴുകുമ്പം കുറേ വിത്ത് പോവും, വറക്കുമ്പം കുറേ വിത്ത് പോവും, ചീൻചട്ടിയിൽ കരിഞ്ഞു പോവും, അങ്ങനെയെല്ലാം വരും. അപ്പോൾ ഈ കൊളുന്തോട് കൂടിയാകുമ്പോൾ ഇങ്ങനൊരു സൗകര്യമുണ്ട്. അത് നിങ്ങളെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. തണിഞ്ഞിട്ട് നമുക്ക് പൊടിക്കാം. ഇതൊരു ഭാഗത്ത് തണിയാൻ വെക്കട്ടെ. തണിഞ്ഞിട്ട് നമുക്ക് പൊടിക്കാം. ഞാൻ കുറച്ച് കൊളുന്ത് ഉള്ളുന്നുണ്ട്. എല്ലാം കൂടി ഇനി ഒപ്പര. ആദ്യം മുളക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പരിപ്പുകളെല്ലാം ചേർത്ത് കൊടുക്കുക. ഈ അരിയും പരിപ്പെല്ലാം ഒരു പ്രത്യേകമാണ്. അരി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കറിക്കപ്പോൾ കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടും കേട്ടോ. നമ്മൾ തേങ്ങയൊന്നും അരക്കുന്നില്ലല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അധികം മഞ്ഞളുടെ കൊമ്പായിടും, ഒരു കഷ്ണം മഞ്ഞളായിടുക വറുക്കുമ്പോൾ. പരീക്ഷണത്തിന് കൈയല്ല. പിന്നെ 1 ടീസ്പൂൺ പെരുങ്കായം.
എൻ്റെ കയ്യിൽ കട്ടിപ്പെരുങ്കായ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കട്ടിപ്പെരുങ്കായ ഉണ്ടെങ്കിൽ വറക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഞാൻ വറക്കലുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് നമുക്ക് പൊടിച്ചിട്ട് കാണിച്ചു തരാം. നിങ്ങൾ പൊടിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല മണലുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കിക്കോളി, കാരണം അധികം നാൾ വെച്ചാൽ മണം പോയി പോകും, പിന്നെ അതെന്തോ ഒരു പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ നല്ലത് കുറച്ച് ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു 100 ഗ്രാം അല്ലെ 50 ഗ്രാം എടുത്തോളി, അതാ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ഡിഷുമായിട്ട് വരുന്നവരെ താങ്ക് യു.